കുട്ടികൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകളിലും റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് മോഷനിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാം. മോഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്തുണ്ടാക്കും? കറണ്ട് ഉണ്ടാക്കും. അപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. 7-8 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിന് വരും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കറണ്ട് എന്നാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കറണ്ട്, ഇലക്ട്രിക് ചാർജിന്റെ മോഷനാണ് എന്തുണ്ടാക്കുക? കറണ്ട് ഉണ്ടാക്കുക. കറണ്ട് ഏത് കൂടി ഉണ്ടാവുക? ഒരു കണ്ടക്ടർ കൂടി കറണ്ട് ഒഴുകുക. കറണ്ട് ഒഴുകാൻ എന്ത് വേണം? കണ്ടക്ടറിന് ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെ, ഒരു ടാപ്പിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ, ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ അതിനെ ക്രോസ് ആയിട്ട് എന്ത് വേണം? ഒരു പ്രഷർ ഡിഫറൻസ് വേണം. അതേപോലെ ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് ഒഴുകണമെങ്കിൽ ആ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആരായി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് സെല്ല്. സിംഗിൾ ആയിട്ടുള്ള സാധനമാണ് സെൽ. അപ്പൊ നമുക്കൊരു കറണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു കണ്ടക്ടർ നോക്കൂ, ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ ഡിഫറെന്റ് ആണ്. ഓരോ സ്ഥലത്ത് ഓരോ ക്രോസ് സെക്ഷൻ ഏരിയയാണ്. ഇവിടെ കുറച്ച് വലുത്, ഇവിടെ കുറച്ച് ചെറുത്. ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് നോക്കൂ, നമ്മളൊരു സെല്ല് കണക്ട് ചെയ്തു. സെല്ലിന്റെ പോസിറ്റീവ് ആണിത്, നെഗറ്റീവ് ആണിത്, ഇതൊക്കെ കപ്പാസിറ്ററുമായിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കപ്പാസിറ്ററിന്റെ രണ്ട് എന്താ പറയുക വരകളും ഒരേ വലുപ്പത്തിലാവും. സെല്ല് ഇങ്ങനെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കീ ഇരുന്നോട്ടെ. എന്തിനാ കീ? നമ്മൾ കീ എന്നാ പറയും. എന്തിനാ കീ? ആവശ്യാനുസരണം സർക്യൂട്ട് മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും. കണ്ടക്ടർ, ഇതാണ് നമ്മുടെ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയക്ക് ഓരോ സ്ഥലത്ത് ഓരോന്ന്. ഈ കീ നമ്മളവിടെ ക്ലോസ് ചെയ്താൽ ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് EMF. ഇയാളാണ് ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് എന്തുണ്ടാക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് സർക്യൂട്ട് കൂടെ എന്തൊഴുകാൻ തുടങ്ങുന്നത്? കറണ്ട് ഒഴുകാൻ തുടങ്ങുന്നത്. ഇനി എന്താണ് കറണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഇതിനാണ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. എന്താ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് അക്രോസ് ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. അക്രോസ് എനി സെക്ഷൻ എന്നാ പറയും. നോക്കൂ, ഈ സെക്ഷൻ ചെറുതാ, അല്ലെ? ഇവിടുത്തെ ഏരിയ ചെറുതാ, ഇവിടുത്തെ ഏരിയ കുറച്ചുകൂടി വലുതാ. പക്ഷെ ഈ സെക്ഷനിൽ കൂടെ ഒഴുകുന്ന എമൗണ്ട് ഓഫ് ചാർജ് ഈ സെക്ഷനിൽ കൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന എമൗണ്ട് ഓഫ് ചാർജ് എങ്ങനെ ഇരിക്കും? സെയിം ആയി. കറണ്ട് അക്രോസ് എനി സെക്ഷൻ ബി സെയിം. അപ്പൊ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും: എമൗണ്ട് ഓഫ് ചാർജ് ക്രോസിംഗ് അക്രോസ് എനി സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. എനി സെക്ഷൻ, ഏത് സെക്ഷൻ ആയാലും ശരി, ഇതായിരിക്കും ഇൻ 1 സെക്കൻഡ് ഇസ് കോൾഡ് കറണ്ട്. അപ്പൊ നോക്കൂ, ടി സമയം കൊണ്ട് ക്യൂ ചാർജ് ഈ സെക്ഷനിലൂടെ ഒഴുകുന്നു എന്ന് വിചാരിക്കും. ടി സമയം കൊണ്ട് ക്യൂ ചാർജ് ഒഴുകും. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുക? ടി സെക്കൻഡ് കൊണ്ട് ക്യൂ ചാർജ് ഒഴുകും. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുക? ക്യൂ ബൈ ടി. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് എന്ന് വിളിക്കുക. സോ I is equal എന്ത് പറയും? ക്യൂ ബൈ ടി എന്ന് പറയും. അപ്പൊ ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോം. യഥാർത്ഥത്തിൽ ഇതൊരു സ്റ്റഡി കറണ്ട്, ഇതിപ്പോ ഒരു സ്റ്റഡി സോഴ്സ് ഓഫ് EMF ആണ്. നമ്മുടെ സെല്ലൊക്കെ സ്റ്റഡി, ഒരു അല്ലെ, സ്റ്റഡി ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഒരു സ്റ്റഡി സോഴ്സ് ഓഫ് EMF നൽകുന്ന കറണ്ട് സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. വേണമെങ്കിൽ ഇതിനെ മാറ്റാം. എങ്ങനെയാന്ന് വെച്ചാൽ, ക്യൂ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ? ക്വാണ്ടൈസേഷൻ ഓർമ്മയുണ്ടോ? അപ്പൊ ക്യൂ ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ ക്യാൻ റൈറ്റ് NE എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു NE ബൈ T. വാട്ട് ഈസ് ഇറ്റ് ഇസ് ആൻ ഇന്റീജർ. എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിന്റെ ചാർജ്, അല്ലെ? 1.602 × 10⁻⁻90 കൂടെ. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പഠിച്ചാൽ ഒരു സെക്ഷനിലൂടെ എത്ര ഇലക്ട്രോൺസ് ക്രോസ് ചെയ്തു എന്നൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ ഇതും എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്? കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. കറണ്ട് എപ്പോഴും സ്റ്റഡി ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മള് 4-ാമത്തെ 5-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 6-ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിക്കാൻ അവിടെ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്നുള്ള രാശിയെ നമുക്ക് പഠിക്കാം. അത് ഒരു വാരിയബിൾ സോഴ്സ് ഓഫ് EMF. വാരിയബിൾ സോഴ്സ് ഓഫ് EMF നമ്മൾ ഇത് അങ്ങനെ കാണിക്കാം. AC സോഴ്സ് ഇങ്ങനെയാണ്, ഒരു സൈക്കിൾ ഓഫ് AC ഒന്ന് എൻസർക്കിൾ ചെയ്ത് കാണിക്കും. അപ്പൊ അതിനാണ് നമ്മൾ വിളിക്കുക വാരിയബിൾ സോഴ്സ് ഓഫ് EMF. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന വൈദ്യം അങ്ങനെയാണ്, വാരിയബിൾ സോഴ്സ് ഓഫ് EMF ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരു സെക്ഷനിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്താവില്ല? ഈ സെക്ഷനിൽ കൂടെ ഒഴുകുന്ന എമൗണ്ട് ഓഫ് ചാർജ് എപ്പോഴും എന്താവില്ല? സ്റ്റഡി ആവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. നോക്കൂ, DT സമയം കൊണ്ട്, അല്ലെങ്കിൽ ΔT സമയം കൊണ്ട് ഒരു സെക്ഷനിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ΔQ ആണെങ്കിൽ, ΔT സമയം കൊണ്ട് ഒരു സെക്ഷനിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ΔQ, ചെറിയ സമയം. അപ്പൊ അങ്ങനെ കറണ്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ആവറേജ് കറണ്ട് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരിക, അല്ലെ? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ഒക്കെ വാരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അപ്പൊ ക്ലാസ്സിലെ കുട്ടിയുടെ ഹൈറ്റ് എന്താന്ന് ചോദിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്.
നമ്മൾ ആവറേജ് ഹൈറ്റ് എത്ര എന്ന് പറയും. ഇപ്പൊ കറണ്ട് വാരിയിങ് ആണ്. അപ്പൊ നമ്മൾ ആവറേജ് കറണ്ട് എന്ന് പറയുന്ന രാശി മുന്നോട്ട് വയ്ക്കും. അപ്പൊ ആവറേജ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താവും? ഐ ആവ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ചോട്ടൊരു എ വി വരും. എന്താ വരിക? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പൊ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്ന ആശയം വരട്ടെ. കറണ്ട് സ്റ്റഡി ആണ് ചെയ്യുന്ന ഇൻസ്റ്റന്റേനിയസ് കറണ്ടും ആവറേജ് കറണ്ടും ഒക്കെ സെയിം തന്നെ. അപ്പൊ കറണ്ട് വാരി ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് വരും. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് വെറുതെ എഴുതുന്നുള്ളൂ ഐ ടി. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻസ്റ്റന്റേനിയസ് വിളിക്കുക. ഈ ഡെൽറ്റ ടി നമ്മൾ ചെറുതായി കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയൊക്കെ എഴുതും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നൊക്കെ എഴുതും. ഡിഫറൻഷിയേഷൻ. ഇനി ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്താവും? ഡി ക്യൂ ബൈ ഡി ടി എന്നാവും. ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്നൊക്കെയോ. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് പഠിക്കാനുള്ള ഫോർമുല. ഇതൊക്കെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. സ്റ്റഡി കറണ്ടിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ കറണ്ട് പഠിക്കാനുള്ള ഫോർമുല ഇതാണെന്ന് മനസ്സിലാക്കുക. ഐ ഇസ് ഈക്വൽ ടു ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ആൻഡ് വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് എൻ ഇ. ക്യൂ ഈസ് എൻ. എന്താ കറണ്ടിന്റെ യൂണിറ്റ്? ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളം. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പൊ എന്താ യൂണിറ്റ്? കുളം പെർ സെക്കൻഡ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ആംപിയർ. ആൻഡ്രി മില്ലി ആംപിയറിന്റെ ഓർമ്മയ്ക്ക് ആംപിയർ. സിമ്പിൾ എന്താ? എ. ഇതാണ് നമ്മൾ കറണ്ടിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആംപിയർ. എത്ര ആംപിയർ കറണ്ട് ഒഴുകിയെന്നൊക്കെ പറയാം അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചുകളൊക്കെ അല്ല 5 ആംപിയർ 16 ആംപിയർ കരിയാൻ പവർ സ്വിച്ചുകളൊക്കെ അറിയാം. അപ്പോൾ ആംപിയറേജ് എത്ര എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. എസ് ഐ യൂണിറ്റ് ആംപിയർ. അപ്പൊ എങ്ങനെ കറണ്ട് ഡിഫൈൻ ചെയ്യാം? എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് അക്രോസ് എനി സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഏത് സെക്ഷൻ എടുത്താലും അത് സെയിം ആയിരിക്കും. ഇത് കൂടെയും ഈ സെക്ഷൻ നിങ്ങൾ എടുത്താലും ഈ സെക്ഷൻ എടുത്താലും ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ കറണ്ടിനെ കുറിച്ച് അറിയാം. ഇനി പുതിയ ആഴ്ച നമ്മൾ പറയുകയാണ്. അപ്പൊ നോക്കൂ, ഏത് സെക്ഷൻ എടുത്താലും കറണ്ട് സെയിം ആവും. അപ്പൊ സെക്ഷൻ അനുസരിച്ച് മാറുന്ന വേറൊരു സാധനം, അതിന്റെ പേരാണ് കറണ്ട് ഡെൻസിറ്റി. എന്താ പറയാ? കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ക്രോസ് സെക്ഷൻ അനുസരിച്ച് മാറുന്ന ഒരു സാധനം, അതിന്റെ പേരാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓർത്തോ, കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റിയോ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഈ ലെറ്റർ ഉപയോഗിച്ച ജെ. എന്താ കറണ്ട് ഡെൻസിറ്റി പറഞ്ഞാൽ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷൻ is what is called current density. കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ that section has to be taken normal to the current flow എന്നൊക്കെ നമ്മൾ പറയാം. മനസ്സിലാണോ? കറണ്ട് എവിടുന്ന് ഇടയ്ക്കാ ഒഴുകുക? കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒഴുകുക. ഇവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെയാണ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ കറണ്ട് എങ്ങനെ ഒഴുകുക? ഇങ്ങനെ ഒഴുകുക. അപ്പൊ എന്താ കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ. ഏരിയ ബീങ് ടേക്കൺ നോർമൽ ടു ദ കറണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒഴുകുന്ന കറണ്ട് ഐ ആന്ന് വിചാരിച്ചോളൂ. ഈ ക്രോസ് സെക്ഷൻ ഏരിയ എ ആന്ന് വിചാരിച്ചോളൂ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന സെക്ഷനിൽ ഒഴുകുന്ന കറണ്ടാണ് ഐ. അപ്പോ കറണ്ട് ഡെൻസിറ്റി എത്ര? എ എന്ന് പറയുന്ന സെക്ഷനിൽ ഒഴുകുന്ന കറണ്ടായി. അപ്പൊ യൂണിറ്റ് സെക്ഷനിൽ ഒഴുകുന്ന കറണ്ട് എത്ര? യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഒഴുകുന്ന കറണ്ട് എത്ര? ഐ ബൈ എ. എന്താ യൂണിറ്റ് വരിക? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ആംപിയർ മീറ്റർ റേസ് ടു -2. ഇതാണ് കറണ്ട് ഡെൻസിറ്റി യൂണിറ്റ്. അവർക്ക് കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ആരുടെ ഡയറക്ഷൻ ഉണ്ടാവുക? കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ പുതിയ രാശി എന്താ? കറണ്ട് ഡെൻസിറ്റി. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചു. വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? വാട്ട് ഈസ് കറണ്ട് ഡെൻസിറ്റി? എന്താ ഇലക്ട്രിക് കറണ്ട്? എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് അക്രോസ് എനി സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് ഈസ് വാട്ട് ഈസ് കോൾഡ് കറണ്ട്. കണ്ടുപിടിക്കാനുള്ള ഫോർമുല I is equal to Q by T or NE by T. Q വരെ NE. യൂണിറ്റ് കൂളം പെർ സെക്കൻഡ് ഓർ ആംപിയർ. കറണ്ട് ഡെൻസിറ്റി ക്രോസ് സെക്ഷൻ അനുസരിച്ച് മാറുന്ന സാധനം, അതാണ് കറണ്ട് ഡെൻസിറ്റി. എന്താ കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ. ഏരിയ ബീയിങ് ടേക്കൺ നോർമൽ ടു ദ കറണ്ട് ഫ്ലോ എന്നൊക്കെ പറയണം. കാരണം ഏരിയ ഇങ്ങനെ ചെരിച്ചെടുത്താൽ വ്യത്യാസം വരും. മനസ്സിലാവും? അപ്പൊ ഏരിയയുടെ കറണ്ടിന് നോർമൽ ആയിട്ടുള്ള കമ്പോണന്റ് കിട്ടും. കാരണം അതൊന്നും വേണ്ട. അപ്പോ J is equal I by E എന്നുള്ള ഇക്വേഷൻ. എന്താ യൂണിറ്റ്? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കുക. കറണ്ട് ഡെൻസിറ്റി കറണ്ടിന്റെ ഡയറക്ഷനിലാവും. ആരുടെ ഡയറക്ഷൻ ആവുക? കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ ആവുക. ക്ലിയർ? അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ പഠിക്കാൻ പോകും. കറണ്ടിന്റെ ഫ്ലോയുമായിട്ട് ഒരു കണ്ടക്ടർ കൂടല്ല, കറണ്ടിന്റെ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലോ. താഴെ ക്ലാസ്സിൽ പഠിച്ചാൽ ആർക്ക് പറയാം? എന്താണല്ലോ? ഓംസ് ലോ എന്ന് പറയും.
ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കിയ ലോ ആണ് എന്ത് ഓംസ് ലോ. ഒരു കണ്ടക്ടർ കൂടെയുള്ള കറന്റിന്റെ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ. വളരെ പ്രധാനപ്പെട്ട ലോ ആണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ് ഓംസ്. എന്താ ഓംസ് ലോ? നോക്കൂ, ഒരു കണ്ടക്ടർ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാന്ന് വിചാരിച്ചോളൂ, ക്രോസ് സെക്ഷൻ ഏരിയ എ ആന്ന് വിചാരിച്ചു. ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് നമ്മൾ നോക്കൂ, ഒരു സെല്ല് കണക്ട് ചെയ്തു. കണ്ടക്ടറുകൾ എന്തൊഴുകാൻ തുടങ്ങും? ഈ സെല്ലിന്റെ EMF V ആന്ന് വിചാരിച്ചോളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ സെല്ലിന് ഉണ്ടാക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ എന്തൊഴുകാൻ തുടങ്ങും? ഒരു കറണ്ട് ഒഴുകാൻ തുടങ്ങും. കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒഴുകും. നമുക്ക് ലാബിൽ ചെയ്യാനും സാധനം. സെല്ലിന്റെ എണ്ണം കൂട്ടി ഒരു സെല്ല് കൂടി കണക്ട് ചെയ്തു. ഓക്കെ, ലൈക്ക് ദിസ്. ഈ രണ്ട് സെല്ലും സീരീസ് കണക്ട് ചെയ്തിരിക്കുക. സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ട്രൈസെല്ലിന്റെ വോൾട്ടേജ് എത്രയാ? 1.5 വോൾട്ടാ. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്ത എത്രയായി? 3 വോൾട്ടായി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ ഇത് കാണാൻ കഴിയോ? കറണ്ടിന്റെ സ്ട്രെങ്ത്തും കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ഓം ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അത് അദ്ദേഹം ഒരു ലോയിന്റെ രൂപത്തിൽ സ്റ്റേറ്റ് ചെയ്യും. അതിന്റെ പേരാണ് ഓംസ് ലോ. എന്താ ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അണ്ടർ കോൺസ്റ്റന്റ് ഫിസിക്കൽ കണ്ടീഷൻസ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറച്ചാൽ കറണ്ട് കുറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത്രേ ഉള്ളൂ. വി കൂട്ടി ഐ കൂടും, വി കുറച്ച് ഐ കുറയും. വിയും ഐയും പ്രൊപ്പോർഷണൽ ആണ്. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്തായാലും പറയൂ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current flowing through a conductor is found to be directly proportional to the potential difference across its ends. V proportional to എങ്ങനെ പ്രൊപ്പോർഷണൽ ഡിസൈൻ മാറ്റിയ? ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് ഗുണിക്കുക, RHS നെ. സോ V is equal to a constant into I. ആ കോൺസ്റ്റന്റ് നമ്മൾ ഇത് എങ്ങനെ എഴുതും? R. V is equal to R. ഇതാണ് ഓംസ് ലോ. എന്താ R? What is R? R is equal to V by I. ആറിനെ പറയുന്ന പേരാണ് എന്താ പറയാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെസിസ്റ്റൻസ്, പ്രതിരോധം എന്നൊക്കെ പറയും മലയാളത്തിൽ. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ എന്ത്? റെസിസ്റ്റൻസ്. എന്താ അതിന്റെ യൂണിറ്റ്? ഓം ആണ്. ഓ, സിമ്പിൾ ഇത് അങ്ങനെ എഴുതും. എന്താ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? പേര് തന്നെ മനസ്സിലായി. ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. ഒരു കണ്ടക്ടർ അത് കൂടെ ഒഴുകുന്ന കറന്റിനെ അല്ലെ ഒപ്പോസ് ചെയ്യുന്ന ഇഫക്റ്റിന് പറയുന്ന പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. വാറ പിടിക്കാനുള്ള ഫോമിൽ എന്താ? V by I. അപ്പൊ വിയും ഐ തമ്മിൽ നമ്മൾ ഗ്രാഫ് വരച്ച് എങ്ങനെ ഉണ്ടാവും നോക്കൂ. വി ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ വിയും ഐ തമ്മിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇവിടെ നമ്മൾ ഐ കൊടുത്തു, ഇവിടെ നമ്മൾ വി കൊടുത്തു. ഒരു ഗ്രാഫ് വരച്ച ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും. രണ്ട് ക്വാണ്ടിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വെച്ചാൽ അവർക്കിടയ്ക്കുള്ള വേരിയേഷൻ സ്ട്രൈറ്റ് ലൈൻ വേരിയേഷൻ ആവും, ലീനിയർ വേരിയേഷൻ ആവും. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ V by A ആണെന്ന് വരും. അപ്പൊ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ് V by A. വാട്ട് ഈസ് V by A? R. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഓംസ് ലോ. എന്താ ഓംസ് ലോ പറയൂ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current flowing through a conductor is found to be directly proportional to the potential difference across its ends. V proportional to I, V is equal to RI, or R is equal to V by I is called resistance of the conductor. V I എന്നുള്ള ഗ്രാഫിങ്ങിലേക്കും സ്ട്രൈറ്റ് ലൈൻ. ഇതൊരു യൂണിവേഴ്സൽ ലോ ഒന്നുമല്ല. ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ, നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മാതിരിയോ കുളംസ് ലോ മാതിരിയുള്ള ഒരു ലോ അല്ല ഓംസ്. It has got only limited application. എല്ലാ കേസിലും എന്താവില്ല, ശരിയാകും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറയും എന്തൊക്കെയാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. ഇത് നമുക്ക് ലാബിൽ ചെയ്യാം. ഓംസ് ലോ നമുക്ക് ലാബിൽ ചെയ്യാം. അപ്പൊ അതിന്റെ സർക്യൂട്ട് വേണം ലാബിൽ എന്താ ചെയ്യാൻ? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നോക്കൂ. ലാബില് നമ്മളോട് പറയുക ഓംസ് ലോ വെരിഫൈ ചെയ്യാനാ പറയുക. വെരിഫൈ ഓംസ് ലോ എന്നാ പറയുക. യു വെരിഫൈ ഓംസ് ലോ. ഓംസ് ലോ വെരിഫൈ. അതിന് നമുക്കൊരു സർക്യൂട്ട് വേണം. സർക്യൂട്ട് ഒക്കെ ബൈഹാർട്ട് പഠിക്കാം. എങ്ങനെ സർക്യൂട്ട് വരും നോക്കൂ. ഒരു സെല്ല് വേണം, ഒരു കീ വേണം. എന്തിനാണ്? ആവശ്യാനുസരണം മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും.
പിന്നെന്താ വേണ്ടേ? ഒരു അമ്മീറ്റർ വേണം. ഇതിന് അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഉപകരണം. പിന്നെ ഒരു റെസിസ്റ്റൻസ് വയർ തന്നിട്ടുണ്ടാവും. അത് സാധാരണ നിക്രോം കൊണ്ട് ഉണ്ടാക്കിയതാവും. നിക്രോം, കോൺസ്റ്റന്റൻ, മാഗ്നൈറ്റ് ഇതൊക്കെ മെറ്റൽ അലോയ്സ് ആണ്. അതിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു വോൾട്ട് മീറ്ററും വേണം. പിന്നെ സർക്യൂട്ട് കൂടുള്ള കറണ്ട് ആവശ്യാനുസരണം നിയന്ത്രിക്കേണ്ട ഇങ്ങനെ ഒരു സാധനം. ഇതെന്താണോ? ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് റിയോസ്റ്റാറ്റ്. ഇതിന്റെ പേരാണിത് റിയോസ്റ്റാറ്റ്. അതായത് ക്ലാസ്സുകളൊക്കെ പഠിച്ച റിയോസ്റ്റാറ്റ് കണ്ടോ? ഇതൊരു സ്ലൈഡിംഗ് കോണ്ടാക്ട്. ഈ സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയാൽ റെസിസ്റ്റൻസ് മാറും, സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് മാറും. സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് മാറി തന്നെ സർക്യൂട്ട് കൂടുന്ന കറണ്ടിന്റെ വാല്യൂ മാറ്റം വരും. ഇത് അമ്മീറ്റർ. അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം പ്ലസ് ആവണം, പ്ലസ് പ്ലസ് ആവണം, ഇത് മൈനസ് ആവണം. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം പ്ലസ് ആവണം, ഈ ഭാഗം മൈനസ് ആവണം. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വയർ ഹാവിംഗ് റെസിസ്റ്റൻസ് എത്ര? R. യഥാർത്ഥത്തിൽ ഇയാളുടെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ഓംസ് ലോ നമ്മൾ എന്ത് ചെയ്യും വേണം? വെരിഫൈ ചെയ്യുകയും വേണം. അപ്പൊ ഓംസ് ലോ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതാണ്. ഈ റിയോസ്റ്റാറ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാൽ, നോക്കിയേ, ഇങ്ങോട്ട് മാറ്റിയാൽ കറണ്ട് നോക്കൂ ഇങ്ങനെ ഒഴുകി 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 ഇത് കൂടെ ഒഴുകി ഇത് കൂടെ ഒഴുകി ഇത് കൂടെ ഒഴുകിയിട്ടാണ് ഇങ്ങനെ പോകണം. അപ്പൊ ഇയാളെ ഇങ്ങോട്ട് മാറ്റിയാൽ റെസിസ്റ്റൻസ് നമ്മുടെ കറണ്ടിന് ഇത് കൂടെ ഒന്നും ഒഴുകണ്ടാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ റെസിസ്റ്റൻസ് കുറയും, അപ്പൊ കറണ്ട് കൂടും. അങ്ങോട്ട് നീക്കിയാലോ റെസിസ്റ്റൻസ് കൂടും, അപ്പൊ കറണ്ട് കുറയും. അപ്പൊ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്താ നമ്മൾ ലാബിൽ ചെയ്യാം? ലാബിൽ ഇതേ ചെയ്യുള്ളൂ. ഒരു ടാബുലർ കോളൊക്കെ ഉണ്ടാക്കും. നോക്കൂ, ലാബിൽ നമ്മൾ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തും. ഇങ്ങനെ സർക്യൂട്ട് ഒക്കെ എന്താ പറയുക സെറ്റപ്പ് ചെയ്തിട്ട് നമ്മള് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യും? എടുക്കും. വാല്യൂസ് എങ്ങനെ എടുക്കുക? ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെ? റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഒരു ട്രയൽ വേണം, ഐ കോളം വേണം, വി കോളം വേണം, പിന്നെയോ വി ബൈ ഐ. എന്താ വി ബൈ ഐ? ആർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് സേ 0.1 ആംപിയർ ആക്കും. 0.1 ആംപിയർ ആക്കും. അപ്പൊ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യും. സേ നമുക്ക് 0.2 കിട്ടിയെന്ന് വിചാരിച്ചു, ആയിക്കോട്ടെ. അപ്പൊ വി ബൈ കണക്കാക്കിയ 0.2 ബൈ 0.12 എന്ന് കിട്ടും. ഇനി റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറണ്ട് എത്രയ്ക്ക് മാറ്റും? 0.2 ആംപിയർ ആക്കി മാറ്റും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് വോൾട്ടേജ് കിട്ടും. സേ 0.4 കിട്ടിയെന്ന് വിചാരിക്കേ. അപ്പൊ വീണ്ടും 0.4 ബൈ 0.2 ആയിരിക്കും വി ബൈ. എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഈ 0.3 ആക്കി. അപ്പൊ നമുക്ക് 0.6 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇങ്ങനെ കിട്ടിക്കോളും. കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കോളും. ചെറിയ വാരിയേഷൻ ഒക്കെ ഉണ്ടാവും, എറേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ റീഡിങ്സിൽ. ഇനി എന്താണ് ചെയ്യുക? ഐ വഴി വി ഇവിടെ എടുത്ത് ഗ്രാഫ് വരും. എന്താ ഐ ഇവിടെ എടുത്തേ? അതൊക്കെ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ ചില പ്രത്യേകത ഉണ്ട്. ഇൻഡിപെൻഡന്റ് വാല്യൂബിൾ എടുക്കണം, ഡിപെൻഡന്റ് വാല്യൂബിൾ എടുക്കണം. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തത് ഐനെ നമ്മൾ ഫിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വി കണ്ടുപിടിക്കുക. ഐനെ ഫിക്സ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുകയാണ്? വി കണ്ടുപിടിക്കുക. ഐനെ ഫിക്സ് ചെയ്തിട്ട് വി കണ്ടുപിടിക്കുക. അപ്പൊ ഇൻഡിപെൻഡന്റ് വാല്യൂബിൾ ഐ ആ, ഡിപെൻഡന്റ് വാല്യൂബിൾ ബി ആ. അപ്പൊ ഇൻഡിപെൻഡന്റ് വാല്യൂബിൾ ഇവിടെ എടുക്കും, ഡിപെൻഡന്റ് വാല്യൂബിൾ വൈ ആക്സിൽ എടുക്കും. ഇത് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഇത് അങ്ങനെ കിട്ടും. നോക്കൂ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും. നമ്മളിങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്യും, ഉണ്ടോ? അങ്ങനെ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തതിനെ എൻസർക്കിൾ ചെയ്യും. എന്നിട്ടോ ഐ ഇവിടെ എടുത്തു, വി ഇവിടെ എടുത്തു, അല്ലെ? പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തു, നമ്മള് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്രാഫ് എന്ന വിയും ഐയും പ്രപ്പോർഷൻ ആണ് മനസ്സിലായി. എന്താ വിയും ഐയും പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ ഓംസ് ലോ ശരിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ലാബിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പൊ ഈ വയറിന്റെ പേരാണ് എന്ത്? റെസിസ്റ്റൻസ് വയർ എന്ന് പറയും. അതൊന്നുകൊണ്ട് നിക്രോം കൊണ്ട് ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ കോൺസ്റ്റന്റിൻ കൊണ്ട് ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ മാഗ്നാനിൻ കൊണ്ട് ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ യുറേക്ക. ഇതൊക്കെ മെറ്റൽ അലോയ്സ് ആണ്, റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോ ഓംസ് ലോ എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു. ഇനി നമ്മൾ ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ചില കാര്യങ്ങളോട് പ്രൊപ്പോർഷണൽ ആയിട്ട് കാണുന്നു, ചില കാര്യങ്ങളോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടും കാണുന്നു. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അപ്പൊ നോക്കൂ, നമ്മളിപ്പോ എന്താ പറഞ്ഞു? ഓംസ് ലോ V proportional to I, V is equal to RI പറഞ്ഞു. ഇതായിരുന്നു നമ്മുടെ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ലെങ്ത് എത്രയാ? L. ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാ? A. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. 1, 2, 3, 4. എന്തൊക്കെ കാര്യങ്ങളെയാ? 1 ലെങ്തിന് ഡിപ്പെൻഡ് ചെയ്യും, 2 ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, 3 ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, 4 നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് സാധനം ഉണ്ടാക്കിയുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യും. കോപ്പർ കൊണ്ടാണോ, അലുമിനിയം കൊണ്ടാണോ, അയൺ കൊണ്ടാണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ 4 കാര്യങ്ങളെയാണ്
ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. എന്തൊക്കെയാ പറയൂ? ഒന്ന് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, രണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ, ഇതിന് രണ്ടും ചേർത്ത് കാണിച്ച ജിയോമെട്രി എന്ന് പറയും. മൂന്നാമത്തെ സാധനം എന്താ? ടെമ്പറേച്ചർ. നാല് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വെച്ചാൽ ഇതിന് പ്രസക്തി ഇല്ല. ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രസക്തി ഇല്ല. അപ്പൊ പിന്നെ ലെങ്തിനെയും ഏരിയയും മാത്രമാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. It has been found that resistance of a conductor is found to be directly proportional to length and inversely proportional to cross sectional area. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെങ്ത് കൂട്ടിയ റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് കാണും. ലെങ്ത് ഡബിൾ ചെയ്ത റെസിസ്റ്റൻസ് ഡബിൾ ചെയ്യും. ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് കാണും. ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിയ റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് കാണും. അപ്പൊ ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയ? ബൈ മൾട്ടിപ്ലൈങ് വിത്ത് എ കോൺസ്റ്റന്റ്. സോ R is equal to a constant rho into L by A എന്ന് വരും. ആ കോൺസ്റ്റന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് റോ. എന്താ റോ? വാട്ട് ഈസ് റോ പറയൂ? വാട്ട് ഈസ് റോ? ഫ്രം ഹിയർ R അല്ലെ, ഈ എങ്ങോട്ട് വരും? RA by L എന്ന് വരും. RA by L. ഈ റോയിനെ പറയുന്ന പേരാണ് റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. എന്താ പറയാ? റെസിസ്റ്റിവിറ്റി. ആരുടെ റെസിസ്റ്റിവിറ്റി? ഈ കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി. അപ്പൊ റോയിനെ പറയുന്ന പേര് എന്താ? റെസിസ്റ്റിവിറ്റി എന്ന് പറയും. RA by റീഅറേഞ്ച് ചെയ്താൽ RA by L. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, രണ്ട് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റിവിറ്റി രണ്ടേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒന്ന് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. എന്താ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഉണ്ടാവുക? നോക്കി നോക്കാം. ആറിന്റെ യൂണിറ്റ് എന്താ? ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. മീറ്ററും വെട്ടിപ്പോയി, ബാക്കി എന്ത്? ഓം മീറ്റർ. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നാ പറഞ്ഞത്. R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കണം. Rho is RA by. റെസിസ്റ്റിവിറ്റി വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യുക ചെയ്യാം. എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 1 മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കുക. എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 1 മീറ്റർ എന്ന് കൊടുക്കുക. ഇതും മണ്ണാക്കി ഇതും മണ്ണാക്കി. അപ്പൊ റോ ഈക്വൽ എന്തായി? R ആയി. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്തിനോട് ഈക്വൽ ആയിരിക്കും? റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഇഫ് ദ കണ്ടക്ടർ ഈസ് ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ സാധനം ഒന്നാക്കി അപ്പൊ റോ എന്തായി? R ആയി. സോ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു പോകുന്നത്? എന്താ കറണ്ട്, എന്താണ് കറണ്ട് ഡെൻസിറ്റി, എന്താ ഓംസ് ലോ, റെസിസ്റ്റൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റിവിറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണും. ശരി, ഓക്കെ.